പണി കിട്ടി ഗൈസ്, പണി കിട്ടി. എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് കറ്റാർ വാഴ വെച്ചിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ അപ്പോഴാണ് അമ്മ പറയുന്നത് വേപ്പിലയും തുളസിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന്. അങ്ങനെ ഞാൻ കറ്റാർ വാഴ സെറ്റാക്കുന്ന സമയം കൊണ്ട് അമ്മയും പപ്പയും ചെന്നിട്ട് വേപ്പിലയും തുളസിയിലയൊക്കെ കൊണ്ടുവന്നു. അപ്പോഴത്തേന് ഞാൻ കറ്റാർ വാഴ ഓൾറെഡി ഒരു അടി അടിച്ച് മിക്സിയുടെ ജാറിൽ വെച്ചേക്കായിരുന്നു. പിന്നെ ഇവർ കൊണ്ടുവന്നത് കൊണ്ട് ഈ 2 ഇലകളും ഞാൻ ഇട്ട് ഒന്ന് അടിച്ചെടുത്തപ്പോഴത്തേനും നല്ല വെള്ള കളർ ചെയ്യുന്ന സാധനം നല്ല പച്ച കളറിലായി കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ സോപ്പ് ബേസ് ഇല്ലേ, അത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതാണെങ്കിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ സോപ്പ് ബേസ് ഇട്ടിട്ട് അടുപ്പിലെടുത്ത് വെച്ച്, ചേച്ചിയുടെ ബുദ്ധി വിമാനമാണേ. അതുകൊണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം കയറാൻ പാടില്ലല്ലോ. എനിക്ക് പണി കിട്ടിയത് എവിടെയാണെന്ന് പറഞ്ഞു തരാം. ഈ ChatGPT പറഞ്ഞു തന്നത് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ഈ സോപ്പ് ബേസ് ഒന്ന് തണുക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നമ്മുടെ ഈ മിക്സ് ഒക്കെ ചേർക്കണമെന്നാണ് പറഞ്ഞു തന്നത്. പക്ഷേ അവൻ എന്നെ ചതിച്ചതാണോ, ഞാൻ മിക്സ് ചെയ്തത് ശരിയാവത്താണോ എന്ന് അറിഞ്ഞുകൂടാ. ഇതൊന്ന് തണുത്തപ്പോഴത്തേനും നല്ല രീതിക്ക് കട്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിക്സ് ഒഴിച്ചപ്പോഴത്തേനും വീണ്ടും കട്ട പിടിച്ചിട്ട് ഒരുമാതിരി എന്തോ പരുവോ, ഇത് വല്ലാത്തൊരു പരുവത്തിലായിപ്പോയി. നമുക്ക് ഈ ഒഴിക്കാനൊന്നും പറ്റത്തില്ല, ഇത് കോരി വേണമെങ്കിൽ വയ്ക്കാം, ആ ഒരവസ്ഥയായി. പിന്നെന്ത് ചെയ്യാൻ, വീണ്ടും ആ സാധനം എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തപ്പോഴത്തേനും അതൊരു ലിക്വിഡ് ഫോമായി. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ മോൾഡിലേക്ക് എടുത്ത് ഒഴിച്ചത്. പിന്നെ നമ്മൾ ഈ യാത്രയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും ഇത് സെറ്റായെന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോഴേ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയൂലേ. എൻ്റെ അമ്മേ, സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ അറ്റ് ദ പീക്ക് ലെവൽ. പിന്നെ ഞാനുണ്ടാക്കിയ സോപ്പായതുകൊണ്ട് പറയല്ല, കിട്ടില്ല സോപ്പായിരുന്നു. അത് ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നും കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായി ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുവരെയും അത് ഉപയോഗിച്ച ആർക്കും യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുമായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.